ഞാൻ നിങ്ങൾക്കൊരു വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ആ വീഡിയോസിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ നിരീശ്വരവാദികൾ ഒന്നല്ല ഈ ദൈവമല്ല എന്ന് പറയും, എന്നാൽ പിന്നെ ഇങ്ങോട്ട് ശാസ്ത്രമാണ് എന്ന് പറയും. ശാസ്ത്രമാണ് വലുത്, ദൈവമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഈ ശാസ്ത്രം പറഞ്ഞത് അംഗീകരിക്കണ്ടേ? അതും ഇവർ ചില സമയത്ത് ചില സമയത്തല്ല, അധികമുള്ള സമയത്തും തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഖുർആനും ഹദീസും എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതും ശാസ്ത്രം പറഞ്ഞതും തള്ളിക്കളയും. ഇങ്ങനത്തെയൊക്കെ ഒരു വകുപ്പുകളാണ് ഇവർ. അങ്ങനത്തെ ഒരു ടീമിനെ ഒരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടിട്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ വീഡിയോസ്. കാരണം അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എനിക്ക് പറയാനുള്ളതും ഖുർആനിന് എന്താ പറയാനുള്ളത്, ശാസ്ത്രത്തിന് എന്താ പറയാനുള്ളത് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടായതാണ്. ഇനി ഒരു വരിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഹരിക്കാം. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവം ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് പരിമിതി, പരിവർത്തന, പരസ്പരാശ്രയത്വ, ആപേക്ഷികത്വ, സ്വാഭാവികത്വം എന്ന് പറയും. അതായത് എല്ലാം പരിമിതമാണ്, ചിലതിനെ കൊണ്ട് ചിലതേ പറ്റൂ. പരസ്പരാശ്രയത്വം, ഒന്നിനും സെൽഫ് സഫിഷ്യൻസി ഇല്ല. പരിവർത്തനം, ഇന്നുള്ളത് നാളെ ഇല്ല, സാറത് പറഞ്ഞു. ആപേക്ഷികത്വം, മുകളിലുണ്ടെങ്കിലേ താഴെയുള്ളൂ. സ്വാഭാവികത്വം, മഴ പെയ്താല് വെള്ളം കിട്ടും, വെയിലറച്ചാലേ വെളിച്ചം കിട്ടും. ഇങ്ങനെ പറയുന്നത് മുഴുവനും മറ്റൊന്നിനെ ആശ്രയിച്ച് കിടക്കുന്നതാണ് പ്രപഞ്ചത്തിലെ എല്ലാ താരാദി സാധനങ്ങളും. അപ്പോൾ ഈ ഒരു ന്യൂനതകളോ അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയോ ഇല്ലാത്തൊന്നുണ്ടാകുമ്പോൾ മാത്രമേ ബാക്കി കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവല്യൂഷൻ അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കാര്യം സ്വയം എങ്ങനെ മാറും? മാറ്റാതെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ല, മാറാനൊന്നും വേണ്ട. മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമേ ഇവിടെ ഉള്ളു. അല്ല, അതൊരു കവിതയാണോ പറയുന്നത്? അതെന്താണ് നിങ്ങൾക്ക് അതിനേക്കാളും ബാഹ്യമായ സാധനത്തിനെ പറ്റി എല്ലാം പറഞ്ഞോണ്ടിരിക്കുക. അത് ഫിലോസഫിക്കൽ പോയിന്റ് ആണ്. ഒരുവല്ല, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലാത്ത ഒന്നിനെ കാണിച്ചു തന്നാൽ മതി. മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളും പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമേ ഇവിടെ ഉള്ളു. മാറിക്കൊണ്ടിരിക്കുന്ന വേറൊരു സ്ഥലത്തൊന്നും പമ്പ് ചെയ്യുകയൊന്നും വേണ്ട. അല്ല, ലോകത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു സയന്റിഫിക് ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. മാറ്റം, പ്രപഞ്ചം നിരന്തരം മാറുന്ന നിശ്ചലമായ വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുവാനോ ഒരു ബാഹ്യ ബലം വേണമെന്നുള്ളത് ഐസക് ന്യൂട്ടൻ പറഞ്ഞതല്ലേ? അതൊക്കെ ഐസക് ന്യൂട്ടൻ പറഞ്ഞൊക്കെ ഈ നാട്ടിന് അകത്തിരുന്ന് പറയുന്ന കഥകളാ. ആയിക്കോട്ടെ, അതല്ല ഈ നാട്ടിന്റെ അകത്തിരുന്ന് കൊണ്ട് നാട്ടിന്റെ വെളിയിലുള്ളതിലേക്ക് ആ പറയുന്ന കാര്യങ്ങളല്ല. ഇതിനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. പ്രപഞ്ചം ഏകദേശം 13.8 ബില്യൺ വർഷം മുമ്പ് ആരംഭിച്ചു എന്നാണ് പ്രധാന ശാസ്ത്രം. അതിനുശേഷം പ്രപഞ്ചം ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പറയാനുള്ള കാരണം ദൂരെയുള്ള ഗാലക്സികൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ സൂറത്ത് അദ്-ദാരിയാത്ത് 51-47 പറയുന്നതും ഇതുതന്നെയാണ്. ആകാശത്തെ നാം ശക്തിയോടെ നിർമ്മിച്ചു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് ഖുർആനിലും പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായതാണ്, ഉള്ളതല്ല. എന്നിട്ടും ഈ മണ്ടൻ നിരീശ്വരവാദികൾ പറയുന്നൊക്കെ പ്രപഞ്ചം ഉള്ളതാണ്. പ്രപഞ്ചം ഉണ്ടായതാണ് എന്നാണ് പറയുന്നത് ശാസ്ത്രം. പക്ഷെ പ്രപഞ്ചം ഉണ്ടായതാണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കൂലേ? അതുകൊണ്ടാണ്. എന്താ ചെയ്യലേ? ശരി, മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.